സാധാരണഗതിയിലുള്ള മരണം. അതെ. 2000-ന് ശേഷം തന്നെയാണ് സംഭവം. പ്രശസ്തനാവാൻ കാരണമായ സംഭവം അല്ല. അല്ല. 1950-ന് ശേഷം അല്ല. 2000-ന് ശേഷമാണ് മരണം എന്നാണ് പറഞ്ഞത്. സംഭവം 1950-ന് മുമ്പാണ് എന്നാണ് പറയുന്നത്. ഞാനൊരു ചെറിയൊരു കാര്യം ആഡ് ഓൺ ചെയ്തോട്ടെ, ചോദ്യമല്ല സർ. സർ, സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട ഇൻസിഡൻ്റൊക്കെ രാഷ്ട്രീയത്തിൽ തന്നെയാണ് ഉൾപ്പെടുന്നത്. ജൂറി അത് ശ്രദ്ധിക്കാതെ പോയോന്ന് എനിക്കറിയില്ല. ഇല്ല, അത് ഇതുവരെയുള്ളതെല്ലാം കറക്റ്റാണ്. സംഭവം ഒരു നല്ല സംഭവം തന്നെയാണ്. അതെ. അതായത് കോൺട്രവേഴ്സ്യൽ ഒന്നുമല്ല. ഒരു കലാപത്തിനെക്കുറിച്ച് രണ്ടഭിപ്രായം ഉണ്ടാകാം. ഇതത്തരം വിവാദങ്ങളൊന്നും ഇല്ലാത്ത നല്ല സംഭവമെന്ന് ഉറപ്പിച്ച് പറയാം. തീർച്ചയായിട്ടും പറയാം. തെക്കൻ കേരളം. തെക്കൻ കേരളം. അതെ. വൈദ്യശാസ്ത്രവുമായി ബന്ധം. അതെ. 16 ചോദ്യങ്ങൾ രാജസൂയം. താങ്കൾ വിചാരിച്ച വ്യക്തിയുടെ ജീവിതം ഇക്കഴിഞ്ഞ വർഷം സർഗാത്മകമായ ഒരു ക്രിയേഷനിലൂടെ വീണ്ടും വെളിവാക്കപ്പെടുകയും അറിയിക്കപ്പെടുകയും ചെയ്തു. ഇല്ല. പെട്ടെന്ന് ഞാൻ ജനനത്തെക്കുറിച്ചൊക്കെ ചിന്തിച്ചു പോയി. ഇല്ല സാറ്, ആ ചോദ്യം ഒന്നും കൂടി ഒന്ന് വ്യക്തമാക്കി കൊടുത്താൽ. വളരെ പ്രശസ്തമായ ഒരു ക്രിയേഷൻ, ഒരു സർഗ സൃഷ്ടി, ഒരു ഡോക്യുമെൻ്ററി കേരളത്തിൻ്റെ ഭരണസിരാകേന്ദ്രം സൃഷ്ടിച്ച് ഇക്കഴിഞ്ഞ 2024 നമ്മുടെ പുസ്തകോത്സവത്തിനൊക്കെ മുമ്പ് ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ല, ആ സംഭവം എന്താണെന്ന് ഒന്ന് പറഞ്ഞു കൊടുത്താൽ ക്ലിയർ ആവും. അവിടെ ഒരു സസ്പെൻസിൻ്റെ ആവശ്യം. ചരിത്രം പിറന്ന കൈകൾ എന്ന ഡോക്യുമെൻ്ററി നിയമസഭ പുറത്തിറക്കി. നിയമസഭ പുറത്തിറക്കിയ ആ ഡോക്യുമെൻ്ററി നിയമസഭയുടെ, കേരള നിയമസഭയുടെ അല്ല, കേരളത്തിൻ്റെ നിയമസഭാ ചരിത്രത്തിലെ ആദ്യത്തെ വനിതാ അംഗത്തെക്കുറിച്ചാണ്. ആ ഡോക്യുമെൻ്ററിയുമായി താങ്കൾ വിചാരിച്ച വ്യക്തിക്ക് ബന്ധമുണ്ടോ? ആ ഡോക്യുമെൻ്ററിയിൽ താങ്കൾ വിചാരിച്ച വ്യക്തി കഥാപാത്രമാണോ? അതെ. അത് കലക്കി കേട്ടോ. താങ്കൾ വിചാരിച്ച വ്യക്തിയെ പ്രശസ്തനാക്കിയത് ആ വ്യക്തിയുടെ ജനനമാണ് എങ്കിൽ ആ ജനനത്തിന്, ആ പ്രത്യേക തരത്തിലുള്ള ജനനം ചരിത്രത്തിൽ ആദ്യമായി നടന്നത് 1500-ലോ 1400-ലോ ഒക്കെ യൂറോപ്പിൽ ഒരു ഭാര്യയും ഭർത്താവും കൂടിയാണ് അത്തരമൊരു ജനനം നടത്തിയത് എന്ന് ഞാൻ പറഞ്ഞാൽ താങ്കൾ അംഗീകരിക്കുമോ? അംഗീകരിക്കും. അത് കലക്കി. ഞാൻ താമസിക്കുന്നത് എവിടെയാണെന്ന് അങ്ങേക്കറിയാമോ? അറിയാമല്ലോ. ഞാൻ ഇപ്പോൾ പുതിയ വീട് വെച്ച തൊട്ടടുത്താണ്, തൊട്ടപ്പുറത്താണ്. എങ്കിലും കഴിഞ്ഞ കുറച്ചു കാലമായി കുണ്ടമൺ കടവിലാണ് ഞാൻ താമസിക്കുന്നത്. താങ്കൾ വിചാരിച്ച വ്യക്തി കുണ്ടമൺ കടവ് സ്വദേശിയാണോ? അതെ. അതെ. അവിടെ പറയുകയും ചെയ്തു. അതൊരു ഭയങ്കര സംഭവമാണ്. പക്ഷേ അതിഗംഭീരമായ സെലക്ഷനാണ്. സൗരിമുത്തുവാണ്. ആണ് സർ. സൗരിമുത്തു അദ്ദേഹത്തിൻ്റെ ഫാദറാണ്. അങ്ങനെ വേണം. അദ്ദേഹത്തിൻ്റെ പേര് സവാരിമുത്തു എന്നാണ്. മൈക്കൽ സവാരിമുത്തു എന്ന് മറ്റല്ലേ അല്ലേ? മൈക്കൽ സവാരിമുത്തു 100 വയസ്സ് പിന്നിട്ടു എന്നാണ് അല്ലേ? 98 ആയുള്ളൂ. മൈക്കിൾ ശവരിമുത്തു കേരളത്തിലെ ആദ്യ സി സെക്ഷൻ ബേബി. ജനന സമയത്തു തന്നെ മരണപ്പെട്ടുപോയ 3 കുഞ്ഞുങ്ങളുടെ മാതാപിതാക്കളും തിരുവനന്തപുരം കുണ്ടമൻകടവ് സ്വദേശികളായ ദമ്പതികളുടെ ദുഃഖമറിഞ്ഞ തിരുവനന്തപുരത്തെ തൈക്കാട് ആശുപത്രിയിലെ ഡോക്ടർമാർ കേരളത്തിലെ ആദ്യ വനിതാ സർജനായ ഡോക്ടർ മേരി പൂനെ ലൂക്കോസിന്റെ നേതൃത്വത്തിൽ കേരളത്തിലെ ആദ്യ സിസേറിയൻ ഓപ്പറേഷൻ വിജയകരമായി പൂർത്തീകരിച്ച് മൈക്കിൾ ശവരിമുത്തു എന്ന കുഞ്ഞിന് ജീവനോടെ ജനിക്കാനുള്ള അവസരം സൃഷ്ടിച്ചു. 1920-ൽ രേഖപ്പെടുത്തിയ ആദ്യത്തെ സി സെക്ഷനിൽ ജനിച്ച മൈക്കിൾ ശവരിമുത്തു ഏകദേശം 100 വർഷങ്ങൾക്കടുത്ത് ജീവിച്ചു. സൈനികനായി സേവനമനുഷ്ഠിച്ചിരുന്ന അദ്ദേഹം തന്റെ 98-ാമത്തെ വയസ്സിലാണ് മരണപ്പെട്ടത്.